ഹലോ ഗൈസ്, ഇറ്റ്സ് മല്ലു ഗെയിമർ ഹിയർ. അപ്പം നമ്മൾ ഡെസേർട്ട് ബാൻഡിറ്റ്സിനെ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡെസേർട്ട് ഗ്രൈൻഡിങ് ആണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ് തീർക്കാറായി. നമുക്ക് കഴിഞ്ഞ റോളിൽ ഒരു ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രൂട്ട് വെച്ചാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. ഈ ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഐസ് ഫ്രൂട്ടിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഐസ് ഫ്രൂട്ടിനകത്ത് നമുക്ക് ഈ ബോസസിൻ്റെ അല്ലാതെ ഹെൽത്ത് കുറയൂല പഞ്ച് ചെയ്യുമ്പം. പിന്നെ ഫ്രൂട്ട് യൂസേഴ്സ് ലൈക്ക് ബുധ യൂസേഴ്സ്, ഓറ യൂസേഴ്സ്, അങ്ങനെ അവരുടെ അല്ലാതെ നമുക്ക് ഇത് കിട്ടൂല. അപ്പം നമ്മൾ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ് പോയി എടുക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇതിനകത്തിലുള്ള ഇത് കാണുന്ന പാതി ആൾക്കാരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല, ലൈക്കും ചെയ്യുന്നില്ല. അപ്പോൾ റോഡ് ടു 500 സബ്സ് ഗൈസ്. അപ്പം നമ്മൾ അടുത്ത ക്വസ്റ്റ് എടുത്തിട്ട് നേരെ നമുക്ക് ഡെസേർട്ട് ബാൻഡിറ്റിൻ്റെ അടുത്ത് പോവാം. അപ്പം ഗൈസ് നമ്മൾക്ക് 2 ആൾക്കാരെ ഇൻ മൺസിൽ കൊല്ലാം. ഗൈസ് നമുക്ക് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഗൈസ് നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ ഡെസേർട്ട് ഓഫീസറിനെ 2 എണ്ണമായിട്ട് കൊല്ലണം. അപ്പം ഈ 2 എണ്ണമായിട്ട് ചെയ്താൽ ഒരു 2 എണ്ണം ചെയ്താൽ നമ്മൾ 8 ആവും. നമുക്ക് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. നമ്മൾ 2 എണ്ണം വെച്ച് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയാൻ എങ്ങനെയുണ്ട് വീഡിയോസ് എന്ന്. അപ്പം ഗ്ലിച്ചൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് റിപ്പയർ ചെയ്യാമല്ലോ. അപ്പം നമ്മൾ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഫോണിൽ നിന്ന് ലാപ്പാക്കണമെന്ന് നിങ്ങൾ പറയണം കേട്ടോ. നമ്മൾ ഈ ഐസ് ഫ്രൂട്ട് കിട്ടുന്ന ഷോർട്ടായിട്ട് നമ്മുടെ ചാനലിടുന്നുണ്ട്. അപ്പം അതും കാണണം എല്ലാവരും. അപ്പം ഈ ഗ്രൈൻഡിങ് ഇൻ പൈററ്റ് വില്ലേജ് അത് ഇത്തിരി ഷോർട്ട് ആയിട്ട് സ്ക്രീൻ കാണുന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ അത് എഡിറ്റ് ചെയ്തപ്പോൾ ഇത്തിരി മാറിപ്പോയതാണ്. അതൊന്ന് എല്ലാവരും പരിഹരിക്കണം. നമ്മൾ ഇപ്പം 2 എണ്ണം വെച്ച് ആയിട്ട് ഇപ്പോൾ ഒരു 6 ആയിട്ടുണ്ട്. ഇപ്പോൾ 2 എണ്ണം കൂടെ മതി 8 ആവാനായിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം 2 എണ്ണത്തിനും കൂടെ കൊല്ലാം ഗൈസ്. അപ്പം നിങ്ങൾ അടുത്തത് ഫ്രീ ഫയർ വല്ലതും ഇടണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫ്രീ ഫയർ ചിലപ്പം വെക്കേഷന് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് അത് അത് അമ്മ ചിലപ്പോഴൊക്കെ സമ്മതിക്കത്തുള്ളൂ. നമുക്ക് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ക്വസ്റ്റ് കഴിഞ്ഞിട്ട് മൈൻക്രാഫ്റ്റ് നമുക്ക് ചില വീഡിയോസ് ഇടാം. ക്വസ്റ്റ് കഴിഞ്ഞിട്ട് ഗൈസ് അടുത്ത ക്വസ്റ്റ് എടുക്കാം. അപ്പം ഡെസേർട്ട് അഡ്വഞ്ചറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അതായത് നമ്മൾ 65 ആയിട്ടുണ്ട് ലെവല്. പെട്ടെന്ന് 70 ആവും ഗൈസ്. അവിടെ ഒരു ഓറ യൂസർ വന്നു. ഞാൻ വിചാരിച്ചു നമ്മൾ ചത്തു. ചത്തു. ഓറ യൂസറായിരുന്നു ആൾ, അതുകൊണ്ട് നമ്മൾ ചത്തത്. അപ്പോൾ ഗൈസ് നമുക്ക് പോയി ബാക്കി ഗ്രൈൻഡ് ചെയ്യാൻ കേട്ടോ. ഗൈസ് നമ്മൾ അപ്പം നമ്മൾ ബാക്കി ഗ്രൈൻഡ് ചെയ്യാം കേട്ടോ. ഗ്ലിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ലാപ്പിലോട്ട് ചേഞ്ച് ചെയ്യണമെന്ന് പറയണേ. നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ അടുത്ത ഡെസേർട്ട് ബാൻഡിറ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പം ഇപ്പം 3 എണ്ണം ഉണ്ട്. ഓക്കെ, നമുക്ക് 4 എണ്ണത്തിനെ വെച്ച് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം കേട്ടോ ഗൈസ്. 4 എണ്ണം വെച്ച് ചെയ്യുമ്പം ഈസി ആവും. 2 വട്ടം 4 എണ്ണം വെച്ച് ചെയ്താൽ പെട്ടെന്ന് ക്വസ്റ്റ് അങ്ങ് തീരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം നമുക്ക്. ഇപ്പം കഴിഞ്ഞ് നമ്മൾ 2 എണ്ണം കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇപ്പം 4 ആയി. ഇപ്പോൾ ഒരു 5 ആയി. ഇനിയിപ്പോൾ ഒരു 4 ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരു 5 ആവണം. 5, 6, 7 ആവണം. ഇത്ര ആൾക്കാർ ഇനി വന്നിട്ട്. അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. അപ്പം ഇവർ 4 വരെ എടുത്താൽ നമ്മൾ 8 ആവും. ക്വസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ ഒരെണ്ണത്തിനെ പോയി സ്ട്രൈക്ക് ചെയ്തു. രണ്ടാമതിനെ പോയി സ്ട്രൈക്ക് ചെയ്തു. 1, 2, 3.
4 ഗൈസ് 4 എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തിൽ സ്കിൽസ് യൂസ് ചെയ്യുന്ന കുറവായിരിക്കും. എന്താണെന്ന് വെച്ചാൽ സ്കിൽസ് യൂസ് ചെയ്യും, പക്ഷെ കുറവായിരിക്കും ചെയ്യുന്നത്. ക്വസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ് എടുക്കാം. 66 ആയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ മതി ഡെസേർട്ട് ഓഫീസർ ആവാൻ. നമ്മൾ 66 ആയിട്ടുണ്ട്. ഡെസേർട്ട് ഓഫീസേഴ്സിനെ കൊല്ലുന്നതായിട്ട് വേറൊരു പാട്ടിടും. പിന്നെ ഇതിനകത്ത് 2 ക്വസ്റ്റ് എടുക്കും ഡെസേർട്ട് ഓഫീസേഴ്സിൻ്റെ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ക്വസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലെവൽ 66 ആണ്. ഇനിയിപ്പം കുറച്ച് ലെവലും കൂടെ മതി നമ്മൾ 75 ആവാനായിട്ട്. അപ്പം നമ്മൾ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൈൻഡിങ് എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള പണിയല്ല. ഈ പൈരറ്റ് വില്ലേജ് എത്താൻ ഞാൻ എത്ര കഷ്ടപ്പെടുന്നത് നിങ്ങൾക്കറിയോ? അപ്പം ഈ ഡെസേർട്ട് വില്ലേജും കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അത്രയ്ക്കൊന്നും കഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ WXP കോഡൊക്കെ അപ്പം എനിക്ക് മനസ്സിലായി. പിന്നാണ് ഞാനൊരു പ്രോ ആയി തുടങ്ങിയതെന്ന് പറയാം ഗൈസ്. അപ്പം നമ്മൾ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്ന് പറ്റിപ്പോയതാണ്. അപ്പം നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് മാറ്റണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, പ്ലീസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡെസേർട്ട് ബാൻഡിറ്റ്സിനെ എല്ലാത്തിനും എടുക്കാൻ പോകണം. അതായത് നമ്മൾ IC യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് പോവാം. ഒരു കോൾ വന്നുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ് ഇടയ്ക്ക് വെച്ച് കട്ടായിപ്പോയി. അപ്പം 4 എണ്ണത്തിന് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വരെ ഗ്രൈൻഡ് ചെയ്യാം. അപ്പോൾ 2 എപ്പിസോഡ്സ് ആയിട്ടിരിക്കും ഡെസേർട്ട് വില്ലേജ് വരുന്നത്. ബിക്കോസ് ഇത് 90 ആയിട്ടേ നമുക്ക് ഈ ഡെസേർട്ട് വില്ലേജിൽ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഡെസേർട്ട് വില്ലേജിൽ നിന്ന് പോകാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം പക്ഷേ ഈ ഐസിൻ്റെ മാസ്റ്റർ പെട്ടെന്ന് കൂടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഫ്രൂട്ട് ഒന്നും കൂടെ റോൾ ചെയ്യണമെങ്കിൽ പറഞ്ഞോ, നമ്മളിത് റോൾ ചെയ്യാം. നമ്മൾ 1 2 3 and 4 ഗൈസ്. റോക്കറ്റും വെച്ച് ഗ്രൈൻഡ് ചെയ്യുന്നതായിരുന്നു അതോ ഐസും വെച്ച് ഗ്രൈൻഡ് ചെയ്യുന്നതാണോ നല്ലത് നിങ്ങൾ പറയണേ. വെച്ചാൽ പിന്നെ അറിയാമല്ലോ റോക്കറ്റ് തിരിച്ചെടുക്കണോ വേണ്ടായോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ ഗൈസ്. ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ല. ചെയ്തു. ഇപ്പം ലെവൽ 68 ആയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു 2 ലെവലും കൂടെ ആയാൽ 70 ആവും. നമ്മൾക്ക് ഈ ക്വസ്റ്റ് ചെയ്യട്ടെ. ചിലപ്പം 1 കയറത്തുള്ളൂ, ചിലപ്പോൾ 1 ലെവൽ കയറത്തുള്ളൂ. 75 ആണ്. നമുക്ക് 75 ആവണം, പെട്ടെന്നാവണം ഗൈസ്. ബിക്കോസ് അടുത്തത് ഫ്രോസൺ വില്ലേജ് ആണ് ഗൈസ്. ഫ്രോസൺ വില്ലേജിൽ ഈ ഐസും വെച്ച് ഗ്രൈൻഡ് ചെയ്യുന്നത് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. ബിക്കോസ് അത് എളുപ്പമല്ലേ. ഇതിനകത്തിൽ ഐസ് ഫിയർ ഉണ്ട്. ലൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണേ. ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടെന്ന് പറയണം ഗൈസ്. റോൾ ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതെല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, റോഡ് ടു 50K ലൈക്സ് ഗൈസ്. അപ്പോൾ അടുത്ത റീസ്പോൺ ആവട്ടെ എല്ലാം. ഓക്കെ, റീസ്പോൺ 1 റീസ്പോൺ, 2 റീസ്പോൺ. ഓക്കെ, all 4 റീസ്പോൺ. അപ്പോൾ നമുക്ക് 1 there go. യെസ്, 2 there go and 3 there go and 4. അതായത് ഇനി ഈ ഒരു ഫ്ലോറും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം 67 അല്ല 70 ആവാം, അല്ലെങ്കിൽ 69 ആവാം ഗൈസ്. നമുക്ക് നോക്കാം, ഇതൊന്ന് കഴിയട്ടെ. ഓക്കെ, 1 2 3 ബിക്കോസ് കംപ്ലീറ്റഡ്. 69. ഇനി ഒരെണ്ണം കൂടെ വേണം. ഓക്കെ, 69 ആയിട്ടുള്ളൂ. ഇപ്പം ഡെസേർട്ട് ബാൻഡിറ്റ് കൺഫേം. ഇനിയും കോസ്റ്റ് അക്സെപ്റ്റ് ആയതുകൊണ്ട് ഇനി നമുക്ക് തിരിച്ചൊന്നും കൂടെ പോവാം. പിന്നെയും കയറി നിൽക്കുക. അപ്പോൾ ഗൈസ് തിരിച്ചു പോവാം ഗൈസ്. ഇതായിട്ടുണ്ട്, സ്പോണായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വട്ടം നമ്മുടെ ഫ്രൂട്ട് റോൾ ചെയ്യാൻ പോയപ്പോൾ ഈ സോനെ കണ്ടു. സോനെ നമ്മൾ കൊന്നായിരുന്നു.
ഒരാൾ കൊന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ സോയിനെ ഒന്ന് കൊന്നു. ആൾ ഹെൽത്ത് ഹാഫാക്കി വെച്ചപ്പോഴത്തേക്കിനും നമ്മളങ്ങ് ചെന്ന് കൊന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 60 കിടക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു 60 70 ഉണ്ട്. ഇനിയിപ്പം ഒരു ഐ തിങ്ക് ഒരു 5 or 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാളും കുറവായിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിരിക്കും. അതായത് നമുക്ക് 5-നേക്കാളും കൂടുതൽ വരില്ല. എന്തായാലും 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ ഡെസേർട്ട് ബാൻഡിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ. ഈ ഡെസേർട്ട് ചെല്ലുമ്പം പിന്നെ അതങ്ങ് ഇത് യൂസായി വന്നോളും. അപ്പോൾ ഇത് യൂസായി വരുമ്പം പിന്നെ പ്രശ്നമില്ല. ഒട്ടുമില്ല. നമ്മൾ ഇപ്പം ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ലെവല്? ലെറ്റ്സ് ലുക്ക്. ഓക്കെ, ലാസ്റ്റ് വൺ. 71. ഇനിയും ഒരു 3 to go. യെസ്, 3 to go. ഓക്കെ, പെട്ടെന്ന് കേട്ടോ ഇതാവുന്നു മാസ്റ്ററി ലെവൽ ഐസ് ബേർഡ് എന്താണെന്നൊന്ന് പറഞ്ഞു തരണേ, കമൻറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഐസ് ബേർഡ് എന്താ അറിയില്ല, ഐസ് ബേർഡ് എബിലിറ്റി നമുക്കറിയില്ല, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് നോക്കിക്കോളാം. അപ്പം പിന്നെ ഇവിടെ ഒരു സീക്രട്ട് സ്ഥലമുണ്ട്, അത് നമ്മൾ ഷോർട്ടിൽ കൂടെ കാണിച്ചു തരാം. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഗൈസ് ടെലിപ്പോർട്ടിങ് പോയി. ഭാഗ്യം. പിന്നെ ടെലിപ്പോർട്ട് പോയി. നമ്മൾ ഹോം പൈററ്റ് വില്ലേജ് ആക്കി വെച്ചേക്കുന്നത്. നമുക്ക് ഡെസേർട്ട് ആക്കണം എന്ന് വെച്ചാൽ ഇവിടെ ബോബിനെ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞാക്കാമെന്ന്. പക്ഷെ പിന്നെ ഞാനതങ്ങ് വിട്ടുപോയി ഗൈസ്. അപ്പം നമ്മളെന്തിനാ ക്വസ്റ്റ് ഗൈഡ് എടുത്തു? നമ്മൾ വെറുതെ ഓടിക്കളിയാണ് ഗൈസ്. നമ്മളിപ്പം ഹോം പോയിൻറ്റ് സെറ്റ് ചെയ്യാൻ പോണ്. അപ്പോൾ ഗൈസ് ഹോം പോയിൻറ്റ് സെറ്റ്. ഓക്കെ, ഹോം പോയിൻറ്റ് സെറ്റ് ചെയ്യാം ഗൈസ്. യെസ്, അക്സെപ്റ്റ്. ഹോം പോയിൻറ്റ് സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ബാക്കി